പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മുൻകാലങ്ങളിൽ ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ പരസ്പരം വാണിരുന്ന പ്രദേശങ്ങളിൽ ഇന്ന് ഭിന്നിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ നടന്നുവരുന്നത്. വിദ്വേഷത്തിന്റെ വിത്തുകളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. ഈ ഭിന്നിപ്പുകളുടെ പശ്ചാത്തലം മതവും സമ്പത്തും രാഷ്ട്രീയവുമാണെന്ന് ആർക്കും എളുപ്പം കാണാവുന്നതാണ്. മനസ്സുകൾക്കിടയിൽ മതിലുകൾ പണിയുന്ന വെറുപ്പിന്റെ ശക്തികളെ അകറ്റി നിർത്താൻ സമൂഹം തയ്യാറാകണമെന്ന് പ്രമുഖ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു. ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതുപോലും വളരെ വലിയൊരു പ്രിവിലേജായി കാണുന്ന വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് അതിപ്രഗത്ഭരായ വ്യക്തികളോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ അവസരം കിട്ടി എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ആധാരമായിട്ട് ഞാൻ പല കാര്യങ്ങളും ഉന്നയിച്ചെങ്കിലും ആ പാർട്ടിയിലെ എൻ്റെ പഴയകാല സഹപ്രവർത്തകരൊക്കെ ആക്ഷേപിച്ചത് ഒരു കസേര കിട്ടാത്തതിന് ഇറങ്ങിപ്പോയി എന്നാണ്. എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ, വർഷങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിനോ അതിലും കുറച്ച് മുൻപായിരുന്നെങ്കിൽ 1893 ഒരു ജൂൺ മാസം 7-ാം തീയതി കസേര കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു വ്യക്തി പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെയും എന്നെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഹിമാലയ പർവ്വതമാണെങ്കിൽ ഞാനൊരു പുൽക്കൊടി മാത്രമാണ്. കസേര നിഷേധിച്ചതിന്റെ പേരിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർക്കൊപ്പം ഇരിക്കാൻ അനുവദിക്കാതെ വർണ്ണവറിയുടെ ഭാഗമായി കസേര നിഷേധിച്ചതിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പേരാണ് മഹാത്മാഗാന്ധി, MK ഗാന്ധി. ആ കസേര നിഷേധിക്കപ്പെട്ട സംഭവമാണ് ഗാന്ധിയെ മഹാത്മാഗാന്ധിയാക്കുന്നത്, അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്നത്. അദ്ദേഹത്തിനുള്ളിലെ രാഷ്ട്രീയ പ്രവർത്തകനെ, സാമൂഹിക പ്രവർത്തകനെ, മാനവികവാദിയെ ഒക്കെ ഉണർത്തിവിടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആ കസേര നിഷേധിക്കപ്പെട്ട സംഭവമാണ്. ആ കസേരയ്ക്ക് പകരം അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്ത് പോയി ഇരിക്കാൻ വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നില്ല. വേണമെങ്കിൽ ഇന്നത്തെ സമയത്ത് എന്റെ പഴയകാല പാർട്ടി പ്രവർത്തകർ ഒരു കസേര നിഷേധിക്കപ്പെട്ടതിന് ഇറങ്ങിപ്പോയവൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അല്ലെ ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ സാമ്രാജ്യത്വവാദികളും വർണ്ണവെറിയന്മാരും ഗാന്ധിയെയും അങ്ങനെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഒരു കസേര നിസ്സാര കാര്യമല്ലേ കസേര പോയതിന് ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ഏറ്റുമുട്ടിയ മഹാത്മാഗാന്ധി നിൽക്കുന്നു. അപ്പൊ പിന്നെ ഒരു കസേര പോയ ഈ BJP പോലെ പാർട്ടിക്കെതിരെ എനിക്കും ഏറ്റുമുട്ടിക്കൂടെ? ഞാൻ കരുതിയത്, ആദ്യമൊക്കെ കരുതിയത് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യവും വിദ്വേഷവും ഉണ്ടാവും, അങ്ങനെയായിരിക്കും നമ്മളോടുള്ള എതിർപ്പ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പോകെ പോകെ മനസ്സിലാകുന്നത് സാധാരണഗതിയിൽ വീട്ടിലൊരാൾ, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനായിട്ടൊരു വ്യക്തി 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വിഷമത്തോടെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ കാരണവന്മാരെ പോയിട്ട് അന്വേഷിക്കണമല്ലോ, എന്താണ് വിഷയം, വിഷമം. അത് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള വാക്കുകളാൽ അപഹസിക്കുകയും തിരിച്ചു പോകാൻ കഴിയാത്തവണ്ണം മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുകയും ചെയ്യുക. ഞാനതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ വിദ്വേഷം എന്ന് പറയുന്നത് കേവലം വ്യക്തിയാധിഷ്ഠിതമല്ല, മറിച്ച് ആ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിദ്വേഷവും വെറുപ്പുമാണ് എന്റെ നേർക്കും പ്രസരിപ്പിക്കപ്പെടുന്നത്.
ആ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാനും അത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചത്.